ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് സെഷനിലോട്ട് സ്വാഗതം. ഞാൻ വിജേഷൻ നാവായിക്കുന്നു. ഇന്ന് നമ്മൾ റാപ്പിഡ് 15 ചലഞ്ചിലോട്ടാണ് കിടക്കുന്നത്. കൂട്ടുകാരെ, നമുക്കറിയാം നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സീരീസാണ് റാപ്പിഡ് 15 ചലഞ്ച് എന്ന് പറയുന്നത്. ഇന്ന് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 15 ചോദ്യങ്ങളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഒരു പേപ്പറും പേനയും ആദ്യം തന്നെ ഒന്ന് കരുതുക. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസുകൾ പറയുമ്പോഴും, ഓരോ ക്വസ്റ്റ്യൻസും ഇവിടെ ഓരോരോ ചലഞ്ചുകളാണ്. ഓരോ ക്വസ്റ്റ്യൻസുകൾ പറയുമ്പോഴും അതിൻ്റെ മാർക്കുകൾ ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം ഫൈനലി നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഔട്ട് ഓഫ് 15 എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി വിട്ടുപോകരുത്. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് കിടക്കാം. ചലഞ്ചിലോട്ട് ഞാൻ കിടക്കുകയാണ്. ഇവിടെ നോക്കി ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾക്ക് ഞാൻ ആവശ്യമായ സമയം തരും നിങ്ങൾക്കിത് ആൻസർ ചെയ്യാൻ വേണ്ടി. ഇവിടെ നോക്കിയ ചോദ്യം എങ്ങനെയാണ്? പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരം ആരുടേത്? പിങ്കള കേശിനി എന്ന് പറയുന്ന കവിതാ സമാഹാരം ആരുടേത്? പെട്ടെന്ന് സുഹൃത്തുക്കളെല്ലാം ഒന്ന് ആൻസർ ചെയ്തേ. പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരം ആരുടേത്? ഇവിടെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ ഇതിലെ ഏത് വ്യക്തിയാണ് പിങ്കള കേശിനി എന്ന് പറയുന്ന കവിതാ സമാഹാരം എഴുതിയിരിക്കുന്നത്? ഇതിലെ ശരിയായ ഉത്തരം കെ ജയകുമാർ ആണ്. കെ ജയകുമാറിൻ്റെ ഒരു കവിതാ സമാഹാരമാണ് പിങ്കള കേശിനി. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കിക്കേ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കൂടിയാണ് നമ്മുടെ കെ ജയകുമാർ. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പിങ്കള കേശിനി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകിയിരിക്കുന്നത്. ക്ലിയർ? ഇതാണ് അടുത്തിടെ വന്നു പോയിരിക്കുന്ന കറണ്ട് അഫയേഴ്സ്. ഇവിടെ നോക്കിയേ, ചോദ്യത്തിലോട്ട് നമുക്ക് ഒന്നും കൂടെ ചെല്ലാം. അവിടെ NS മാധവനുണ്ട്, അശോകൻ ചെരുവിലുണ്ട്, അല്ലെ, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുണ്ട്. ഇവരെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവിടെ നോക്കിക്കേ, അതിനു മുന്നേ ഒരു കോണ്ടന്റ് കൂടി ഞാൻ പറയാം. ഈ ജയകുമാർ ഉണ്ടല്ലോ, കെ ജയകുമാർ, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലർ ആയിരുന്നു കെ ജയകുമാർ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലർ കൂടിയാണ് നമ്മുടെ കെ ജയകുമാർ. അദ്ദേഹത്തിന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ പിങ്കള കേശിനിക്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ NS മാധവൻ, നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന NS മാധവൻ എന്താണ് പ്രത്യേകത? 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. നമുക്കറിയാം, എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്ന സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് നൽകുന്നത്. സോ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി നമ്മുടെ NS മാധവനാണ്. ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പേരാണ് അശോകൻ ചെരുവിൽ. എന്താണ് കറണ്ട് അഫയേഴ്സിൽ അശോകൻ ചെരുവിലുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്? 48ാമത് വയലാർ അവാർഡ് ജേതാവാണ് അശോകൻ ചെരുവിൽ. ഓർത്തു വെച്ചിരിക്കുക, 48ാമത് വയലാർ അവാർഡ് ജേതാവാണ് അശോകൻ ചെരുവിൽ. ഇവിടെ തന്നെ ഓപ്ഷനിൽ തന്നെ നമ്മൾ കണ്ട മറ്റൊരു പേരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. എന്താണ് പ്രത്യേകത? 2025 ഹരിവരാസനം പുരസ്കാരം നൽകിയിരിക്കുന്നത് നമ്മുടെ മകരവിളക്ക്, ശബരിമലയിലെ മകരവിളക്കിന് മുന്നോടിയായിട്ട് തിരുവിതാംകൂർ ബോർഡും നമ്മുടെ ദേവസ്വം ബോർഡും സംയുക്തമായിട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. 2025 ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സോ ഇത്രയും കോണ്ടന്റുകൾ അവിടെ നിന്ന് പഠിക്കാൻ ശ്രമിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ലെങ്ത് കൂടി പോകും ക്ലാസ്സിൻ്റെ. കൂടാതെ തന്നെ എല്ലാം ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കണ്ടു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവാം. ഇവിടെ നോക്കിയേ, അടുത്തതായ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഒന്ന് എല്ലാവരും പെട്ടെന്നൊന്ന് നോട്ട് ചെയ്തേ. 2024 ഡിസംബറിൽ നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരനാര്? അപ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്തുക. ചോദ്യം എന്താണ്? 2024 ഡിസംബറിൽ നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരനാര്? ഈ 4 ഓപ്ഷനിൽ ഇതിലെ ശരിയായ ഉത്തരമാണെങ്കിൽ ഓപ്ഷൻ ബി ആയ നമ്മുടെ M മുകുന്ദനാണ് കേട്ടോ. 2024 ഡിസംബറിൽ നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന പ്രശസ്തനായ മലയാള സാഹിത്യകാരനാണെങ്കിൽ M മുകുന്ദനാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ഇനി നേരെ മൂന്നാമത്തെ ചലഞ്ചിലോട്ട് പോവുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ്റെ പേരെന്ത്? പലപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അതായത് കേരള PSCയുടെ എക്സാംസുകളിൽ കേരള റിലേറ്റഡ് ആയിട്ടുള്ളതും
അതുപോലെ നാഷണൽ ലെവലിലെയും അപ്പോയിൻമെൻറ്റ്സുകൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതിലെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷനാണെങ്കിൽ അതിലെ ശരിയായ ഉത്തരം ഇവിടെ നോക്കിക്കുക, ആൻസർ ബി, വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, പുതിയ അധ്യക്ഷനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വി രാമസുബ്രഹ്മണ്യൻ എന്നാണ്. ക്ലിയർ? അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കിയ ചോദ്യം എങ്ങനെയാണ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മുടെ കറണ്ട് അഫേഴ്സിനെ സംബന്ധിച്ചോളം വളരെ ഹോട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു തുറമുഖത്തിന് പുതിയൊരു ലൊക്കേഷൻ കോഡ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരാണെങ്കിൽ ഇവിടെ 4 ഓപ്ഷൻസിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, INTRV-01. INTRV-01. ഇതിൽ IN എന്ന് ഉദ്ദേശിക്കുന്ന ഇന്ത്യയാണ്. കൂടാതെ TRV എന്ന് പറയുന്ന ട്രിവാൻഡ്രമാണ് കേട്ടോ. ട്രിവാൻഡ്രം എന്നാണ്. ഇതിനു മുന്നേ ഒരു ലൊക്കേഷൻ കോഡ് ഉണ്ടായിരുന്നു, അത് INNYY1 എന്നായിരുന്നു. INNYY. നമുക്കറിയാം NYY ഈ പറയുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഈ ഒരു തുറമുഖത്തിന് പുതിയൊരു ലൊക്കേഷൻ കോഡ് നൽകിയിരിക്കുകയാണ്. കോഡിൻ്റെ പേരാണെങ്കിൽ INTRV-01. ഇവിടെ നോക്കിക്കേ, ഈ ഒരു തുറമുഖം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് 2023 ഡിസംബർ 15. ഈ തുറമുഖത്തിൻ്റെ ഒഫീഷ്യൽ നെയിം ആണെങ്കിൽ, ഔദ്യോഗിക നാമമാണെങ്കിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് അഥവാ തിരുവനന്തപുരം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് അഥവാ തിരുവനന്തപുരം എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം. ഈ തുറമുഖത്തിൻ്റെ, ഈ പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അഥവാ MD-യുടെ പേരാണെങ്കിൽ ദിവ്യ എസ് അയ്യർ IAS ഉദ്യോഗസ്ഥയാണ്. സോ നിലവിലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആര് അഥവാ മാനേജിംഗ് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ദിവ്യ എസ് അയ്യർ ആണ്. കൂടാതെ ഈ പോർട്ടിൻ്റെ CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകുമാർ K. നായർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ആണ്. ഇത് രണ്ടും പലപ്പോഴും PSCകൾ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ എക്സാംസുകളിൽ വന്നിട്ടുള്ളൊരു കോണ്ടന്റ് ആണ്. നിലവിലെ വിഴിഞ്ഞം പോർട്ടിൻ്റെ CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അത് ശ്രീകുമാർ K. നായർ ആണ്. ഇതിൻ്റെ കരാർ കമ്പനി, ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കരാർ കമ്പനി ആണെങ്കിൽ അദാനി ഗ്രൂപ്പ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അദാനി ഗ്രൂപ്പാണ് കരാർ നൽകിയിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു പോർട്ട് നിലവിൽ ഉൾക്കൊള്ളുന്ന താലൂക്കാണെങ്കിൽ നെയ്യാറ്റിൻകര താലൂക്ക്. ആദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞ INNYY-01 എന്നായിരുന്നു ആദ്യ ലൊക്കേഷൻ കോഡ്. അതിപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നതാണ് INTRV-01 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഈ NYY എന്ന് പറയുന്ന താലൂക്ക്, അതായത് നെയ്യാറ്റിൻകര താലൂക്കിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നിലവിലെ ആഴക്കടൽ തുറമുഖം ഏതെന്ന് വെച്ചാൽ വിഴിഞ്ഞം പോർട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം പോർട്ട് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം പോർട്ട്. ഈ വിഴിഞ്ഞം പോർട്ടിലെത്തുന്ന ആദ്യത്തെ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ, ഈ വിഴിഞ്ഞം പോർട്ടിലെത്തുന്ന ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ആണ് കേട്ടോ. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അതായത് PSCയിൽ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖത്തിലെത്തിയ ആദ്യ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഷെൻഹുവ 15. എങ്കിൽ ഈ വിഴിഞ്ഞം പോർട്ടിലെത്തുന്ന ആദ്യത്തെ മദർഷിപ്പ്, ആദ്യത്തെ ഈ പടുകൂറ്റൻ മദർഷിപ്പ് ഏതെന്ന് പറഞ്ഞാൽ സാൻ ഫെർണാണ്ടോ. അതിൻ്റെ പേരെന്താ? സാൻ ഫെർണാണ്ടോ എന്നാണ്, സാൻ ഫെർണാണ്ടോ. കൂടാതെ ഈ പോർട്ടിലെത്തുന്ന ആദ്യത്തെ ഫീൽഡർ കപ്പലാണെങ്കിൽ മറൈൻ അസൂർ ആണ്. സോ ആദ്യം എത്തുന്ന കപ്പൽ അത് ഷെൻഹുവ 15, ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ, കൂടാതെ ആദ്യ ഫീൽഡർ കപ്പലാണെങ്കിൽ മറൈൻ അസൂർ. 3 കോണ്ടന്റുകളും നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നേരെ 5ാമത്തെ ചലഞ്ചിലോട്ട് കിടക്കാം. ഇവിടെ നോക്കിയ ചോദ്യം നല്ലപോലെ വായിക്കുക. ചോദ്യം ഇങ്ങനെയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ദേശീയ തലത്തിലെ റാങ്കിംഗ് മാതൃകയിൽ കേരളത്തിൽ ഏർപ്പെടുത്തിയ സർവകലാശാല റാങ്കിങ്ങിൽ 2024 ഒന്നാമതെത്തിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഏത് സർവകലാശാലയാണ്? ഇതിലെ ശരിയായ ഉത്തരം നിങ്ങളൊന്ന് നോക്കിയേ. ചോദ്യം ഞാനൊന്നും കൂടെ പറയാം.
ഇവിടെ നോക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ദേശീയ തലത്തിൽ നൽകുന്ന റാങ്കിങ്ങിന് മാതൃകയായിട്ട് അല്ലെങ്കിൽ ആ മാതൃകയിൽ കേരളത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന സർവകലാശാല റാങ്കിങ്ങിൽ 2024 ഒന്നാമതെത്തിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓപ്ഷൻ എ കുസാറ്റ് ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. കുസാറ്റ് കേട്ടോ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് ഈ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിരിക്കുന്ന സർവകലാശാല. എങ്കിൽ ഈ പറയുന്ന മികച്ച എഞ്ചിനീയറിംഗ് കോളേജായിട്ട് ഈ ഒരു ലിസ്റ്റിൽ ഈ ഒരു റാങ്കിങ്ങിൽ മികച്ച എഞ്ചിനീയറിംഗ് കോളേജായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജാണ്. തിരുവനന്തപുരത്തെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജാണ് ഇവിടെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കൂടാതെ മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണ് കേട്ടോ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണ് മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് റാങ്കിങ് നൽകുന്നത് അല്ലെങ്കിൽ റാങ്ക് നൽകുന്നത്. എങ്കിൽ ഇവിടെ നോക്കിക്കേ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു റാങ്ക് നൽകുന്നത് സംസ്ഥാനങ്ങളിൽ. എങ്കിൽ നമ്മുടെ നിലവിലെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിൽ ആർ ബിന്ദുവാണ്. നിലവിൽ 15ാം കേരള നിയമസഭയിൽ 3 വനിതാ മന്ത്രിമാരാണ്. അതിലൊരാൾ ആർ ബിന്ദുവാണ്. ആർ ബിന്ദുവിൻ്റെ മണ്ഡലം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക, ആർ ബിന്ദു ഇരിങ്ങാലക്കുട. ആർ ബിന്ദുവിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ ഇരിങ്ങാലക്കുടയാണ് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ? ഇനി നമുക്ക് 6ാമത്തെ ചലഞ്ചിലോട്ട് അടക്കാം. ചോദ്യം നല്ലപോലെ വായിക്കുക. ഇനി വരാനിരിക്കുന്ന എക്സാംസുകളിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ചോദ്യം എന്താണ്? ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 2024 ഡിസംബറിൽ നിയമിതനായ കേരളത്തിന്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ 23ാമത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിന്റെ ഗവർണറായി. ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് നിൽക്കുന്നത്? സോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ശരിയാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ കേരളത്തിന്റെ ഗവർണറിന്റെ പേരെന്താ? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാണ്. കൂടാതെ അദ്ദേഹം കേരളത്തിന്റെ 23ാമത്തെ ഗവർണർ. കറക്റ്റാണ് കേട്ടോ, അദ്ദേഹം കേരളത്തിന്റെ 23ാമത്തെ ഗവർണർ. മുന്നേ ഉണ്ടായിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. അദ്ദേഹത്തെ നിലവിൽ ബീഹാറിന്റെ ഗവർണറായിട്ടാണ് അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ബീഹാറിന്റെ ഗവർണർ ആരെന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ. സോ എയും ബിയും സിയും ശരിയായതുകൊണ്ട് തന്നെ നമുക്ക് ഡി ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. എ ബി സി ഇവിടെ ശരിയാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ 6ാമത്തെ ചലഞ്ചും നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണേ, ഇവിടെ നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ നദീതട സംയോജന പദ്ധതിയാണ് കെൻ ബെത്തുവ പദ്ധതി. കെൻ ബെത്തുവ പദ്ധതി മധ്യപ്രദേശിലെ കെൻ നദിയിൽ നിന്ന് യമുനയുടെ പോഷക നദിയായ ഉത്തർപ്രദേശിലെ ബെത്തുവ നദിയിലേക്കാണ് മിച്ചജലം എത്തിക്കുന്നത് അല്ലെങ്കിൽ കൈമാറുക എന്നതാണ് ലക്ഷ്യം. സോ ഈ 2 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് നിൽക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ജോഗ്രഫിയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചോദിക്കാൻ കഴിയുന്ന നല്ലൊരു മികച്ച ഒരു ചോദ്യം തന്നെയാണ്. സോ ഇവിടെ ചോദ്യത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നദീതട സംയോജന പദ്ധതിയാണ് കെൻ ബെത്തുവ പദ്ധതി. കെൻ ബെത്തുവ പദ്ധതി റൈറ്റാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ നദീതട സംയോജന പദ്ധതി 2 നദികൾ ജലങ്ങൾ, അതായത് ഈ പറയുന്ന മധ്യപ്രദേശിലെ കെൻ നദിയിൽ നിന്ന് യമുനയുടെ പോഷക നദിയായ ഉത്തർപ്രദേശിലെ ബെത്തുവ നദിയിലേക്ക് മിച്ചജലം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് കെൻ ബെത്തുവ പദ്ധതി എന്ന് പറയുന്നത്. 2ഉം ശരിയാണ്. അതുകൊണ്ട് നമുക്ക് 2ഉം ശരി എന്ന സി ഓപ്ഷൻ ഇവിടെ തിരഞ്ഞെടുക്കാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നല്ലൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് നേരെ 8ാമത്തെ ചലഞ്ചിലോട്ട് കിടക്കാം. ഡൽഹിയിൽ നിലവിൽ വരുന്ന യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏത്? യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയവുമായിട്ട് സഹകരിക്കുന്നത്. ഇത് നിലവിൽ വന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമായിട്ട് മാറുവാൻ വേണ്ടി പോവുകയാണ് യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം. സോ ഇതിൻ്റെ നിർമ്മാണത്തിനും മറ്റു കാര്യങ്ങളുമായിട്ട് സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ 4 ഓപ്ഷൻസ് ആണ്. ഇതിലെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആയ ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ്. എങ്കിലൊന്ന് പറയാൻ ശ്രമിച്ചത്, ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡന്റിൻ്റെ പേര് ഇമ്മാനുവൽ മാക്രോൺ അല്ലേ? ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡന്റിൻ്റെ പേരെന്നാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. കൂടാതെ നമുക്കറിയാം 2024
നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥിയായിട്ട് എത്തിയ വ്യക്തിയും ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. ഇമ്മാനുവൽ മാക്രോൺ. ക്ലിയർ. 2025 ഈ വർഷം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിന് മുഖ്യ അതിഥിയാവുന്നത് ഇന്തോനേഷ്യയുടെ നിലവിലെ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. ഇന്തോനേഷ്യയുടെ നിലവിലെ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഡൽഹിയിൽ നിലവിൽ വരുന്ന യുഗേൻ ഭാരത് നാഷണൽ മ്യൂസിയവുമായിട്ട് സഹകരിക്കുന്ന രാജ്യമാണെങ്കിൽ ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് സെറ്റ് ആണല്ലോ. അടുത്തതായി മറ്റൊരു ചലഞ്ചാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: രാജ്യത്തെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം ഏത്? രാജ്യത്തെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം ഏതെന്നാണ് ചോദ്യം. ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നല്ല കൺഫ്യൂഷൻ അടിച്ച് കാണും. ഈ പറയുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നല്ലൊരു ഡൗട്ട് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. സോ ഞാൻ എന്തായാലും ഇതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് എന്തായാലും കിടക്കാം. ഇവിടെ നോക്കിയാൽ രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ അതിർത്തി ഗ്രാമം ഏതെന്നാണ് ചോദ്യം. ഇതിലെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. മസാലി, ഗുജറാത്ത്. മസാലി, ഗുജറാത്താണ് രാജ്യത്തെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം എന്ന് പറയുന്നതാണെങ്കിൽ മസാലി, ഗുജറാത്താണ്. ഞാൻ പറഞ്ഞില്ല, ഒരു പക്ഷേ ചില കുട്ടികൾക്കെങ്കിലും എന്തോ ഒരു ആൻസർ സാഞ്ചിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏതോ ഒരു ആൻസർ മൊദേരയുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം സോളാർ അതിർത്തി ഗ്രാമം, രാജ്യത്തെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം ഏതെന്ന് വെച്ചാൽ മസാലി, ഗുജറാത്താണ്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതി എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഈ പറയുന്ന ബനസ്കന്ത ജില്ലയിലെ മസാലി ഗ്രാമം സമ്പൂർണ്ണ സോളാർ അതിർത്തി ഗ്രാമമായിട്ട് മാറിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ സോളാർ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് സാഞ്ചിയാണ്. സാഞ്ചി, മധ്യപ്രദേശ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സോളാർ നഗരം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഏതാണ്? സാഞ്ചിയാണ്. കൂടാതെ രാജ്യത്തെ ആദ്യ സോളാർ ഗ്രാമമാണെങ്കിൽ അത് മൊദേരയാണ്. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് അതിർത്തി ഗ്രാമം. രാജ്യത്തെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമമാണെങ്കിൽ അത് ഈ പറയുന്ന ഏതാണ്? നമ്മുടെ മസാലി ഗ്രാമമാണ്. ഗുജറാത്തിലെ മസാലി ഗ്രാമമാണ്. ഇതിലെ സാഞ്ചി ആണെങ്കിൽ ആദ്യ സോളാർ നഗരമാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ആദ്യ സോളാർ നഗരം ഏതെന്ന് വെച്ചാൽ അത് സാഞ്ചിയാണ്. മൊദേരയാണെങ്കിൽ സോളാർ ഗ്രാമം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിർത്തി ഗ്രാമം അത് മസാലി. ആദ്യ സോളാർ ഗ്രാമമാണെങ്കിൽ മൊദേരയാണ്, ഗുജറാത്തിലെ മൊദേരയാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഈ ഡിഫറൻസ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ 10ാമത്തെ ചലഞ്ചിലോട്ട് പോകാം. കേരളത്തിൽ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുവാൻ വേണ്ടി പോകുന്ന ഒരു സ്പോർട്സ് കേന്ദ്രം. ഈ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? 4 ഓപ്ഷൻസ് ആണല്ലേ. ഇതിലെ ശരി ഉത്തരം കേരളത്തിൽ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ തലശ്ശേരിയിലാണ് കേരളത്തിൽ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുവാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ. ഇനി മറ്റൊരു ക്വസ്റ്റിലോട്ട് പോവാണ്. 11ാമത്തെ ചലഞ്ചാണ് ഉസ്താദ് സക്കീർ ഹുസൈനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ ശരിയായ ഉത്തരം കണ്ടെത്തുവാനാണ് 3 സ്റ്റേറ്റ്മെന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 2024 ഡിസംബർ 15 അന്തരിച്ച സരോഡ് വിദ്വാൻ. രാജ്യം അദ്ദേഹത്തെ 2023 പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഗ്രാമി അവാർഡ് 4 തവണ ലഭിച്ചിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ നമ്മുടെ ഉസ്താദ് സക്കീർ ഹുസൈനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? നമുക്ക് എന്തായാലും പരിശോധിച്ച് നോക്കാം. എവിടെ നോക്കി? ഇദ്ദേഹം അന്തരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് 2024 ഡിസംബർ 15 തന്നെയാണ്. എന്നാൽ അദ്ദേഹം സരോഡ് വിദ്വാനല്ല, മറിച്ച് തബല വിദ്വാനാണ് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഉസ്താദ് സക്കീർ ഹുസൈൻ ഒരു പ്രശസ്തനായ വേൾഡ് ഫേമസ് ആയ ഒരു തബല വിദ്വാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന രാജ്യം അദ്ദേഹത്തിന് 2023 പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ശരിയാണ്. കൂടാതെ ഗ്രാമി അവാർഡ് 4 തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്. അതുകൊണ്ട് ബിയും സിയും ശരിയായ സി ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നേരെ അവിടെ നോക്കി 12ാമത്തെ ചലഞ്ചിലോട്ട് പോവാം. ലോക എയ്ഡ്സ് ദിനം 2024 പ്രമേയം എന്ത്? ലോക എയ്ഡ്സ് ദിനം എന്ന ഡിസംബർ 1 എല്ലാ വർഷവും ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. സോ ഈ ഒരു ലോക എയ്ഡ്സ് ദിനം 2024 പ്രമേയം ഏതെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ആണ്. ഇതിലെ ശരിയായ ഉത്തരം കൂട്ടുകാരെ അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ. അവകാശങ്ങളുടെ
പാത തിരഞ്ഞെടുക്കൂ എന്നതാണ് 2024 പ്രമേയം. നമുക്കറിയാം ഇമ്പോർട്ടൻറ്റ് ഡേയ്സുകളും അതിൻ്റെ തീംസുകളും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ തീമുകൾ കറണ്ട് അഫേഴ്സിൽ നിന്നാണ് വരുന്നത്. ഡേയ്സ് എന്ന് പറയുന്നത് GK പാർട്ടിൽ നിന്നാണ് ചോദിക്കുന്നത്. ഒരു പക്ഷേ വേണമെങ്കിൽ PSCയിൽ ഡേയ്സും അതുപോലെ തന്നെ തീംസുകളും കോറിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അവിടെ അറിഞ്ഞിരിക്കുക 2024 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയമാണെങ്കിൽ അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ടേക്ക് ദ റൈറ്റ്സ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്, ഇതായിരുന്നു 2024 പ്രമേയം. എങ്കിൽ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലെഡ്, അത് 2025, സോറി ഇത് 2023 എന്നാക്കിക്കോണേ. 2023 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്തെന്ന് വെച്ചാൽ ലെറ്റ്സ് കമ്മ്യൂണിറ്റീസ് ലെഡ്, കേട്ടോ, സമൂഹങ്ങൾ നയിക്കട്ടെ. അത് 2023 പ്രമേയമായിരുന്നു. ക്ലിയർ? 2024 ടേക്ക് ദ റൈറ്റ്സ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ് 2024 പ്രമേയം. 2023 പ്രമേയം ലെറ്റ്സ് കമ്മ്യൂണിറ്റി ലെറ്റ്സ് എന്നാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലോട്ടാണ് കിടക്കുന്നത്. ആരുടെ ആത്മകഥയാണ് ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ? അടുത്തിടെ പ്രകാശനം നടപ്പിലാക്കിയ ഒരു പുതിയൊരു ആത്മകഥയാണ് ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ. ആരുടെ ആത്മകഥയാണ്? നല്ലപോലെ ഒന്ന് വായിക്കുക. ഓക്കെ, ആരുടേതാണ് ഈ പറയുന്ന ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇതിലെ ശരിയായ ഉത്തരമാണെങ്കിൽ PJ ജോസഫ് ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. PJ ജോസഫിൻ്റെ ഒരു ആത്മകഥയാണ്, അടുത്തിടെ ഇറങ്ങിയ ഒരു ആത്മകഥയാണ് ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഈ ഒരു 2023-24 കാലഘട്ടങ്ങളിൽ പബ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള വളരെ പ്രശസ്തരായ ചില വ്യക്തികളുടെ ഓട്ടോബയോഗ്രഫികൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ മുതിർന്ന CPIM നേതാവ് MM ലോറൻസിൻ്റെ ആത്മകഥയാണെങ്കിൽ ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. ഇദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അടുത്തിടെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അതായത് അദ്ദേഹം അടുത്തിടെയാണ് അന്തരിക്കുന്നത്. MM ലോറൻസ് ഒരു മുതിർന്ന CPIM നേതാവ്, മാർക്സിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. ഇനി അടുത്തതായിട്ട് ലീലാവതി, ലീലാവതി, ഡോക്ടർ ലീലാവതിയുടെ 2023 ഡിസംബറിൽ പുറത്തിറങ്ങിയ ആത്മകഥയാണെങ്കിൽ ധ്വനി പ്രയാണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ അടുത്തിടെയും PSC ചോദിച്ചിട്ടുണ്ട്. ധ്വനി പ്രയാണം ആരുടെ ആത്മകഥ? ലീലാവതി, കേട്ടോ. ഡോക്ടർ ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം. ഇനി കളിയരങ്ങിലെ കുലീന നായികയായി വേഷമണിഞ്ഞിരുന്ന കോട്ടക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണെങ്കിൽ സ്ത്രൈണം എന്ന് ഓർത്തു വെച്ചിരിക്കുക. സ്ത്രൈണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോട്ടക്കൽ ശിവരാമൻ, അതായത് കളിയരങ്ങിലെ കുലീന നായികയുടെ വേഷമണിഞ്ഞിരുന്ന, സ്ഥിരമായിട്ട് ആ ഒരു വേഷമണിഞ്ഞിരുന്ന വ്യക്തിയാണ് നമ്മുടെ കോട്ടക്കൽ ശിവരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു ആത്മകഥയാണ് സ്ത്രൈണം എന്ന് പറയുന്നത്. സ്ത്രൈണം കഴിഞ്ഞിട്ടില്ല. ഇനി നോക്കിക്കുക, മറ്റൊരു ആത്മകഥയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന അടുത്തിടെ അന്തരിച്ച TN ശേഷൻ്റെ ആത്മകഥയാണെങ്കിൽ ത്രൂ ദി ബ്രോക്കൻ ഗ്ലാസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ത്രൂ ദി ബ്രോക്കൻ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ്? TN ശേഷൻ്റെ ആത്മകഥയാണ്. ഇനി നമുക്കറിയാം നമ്മുടെ സിനിമാ നടനായ ഇന്നസെൻ്റ് ഏട്ടൻ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ. പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചിരിക്കു പിന്നിൽ ആരുടെ ആത്മകഥ? ഇന്നസെൻറ്റിൻ്റേതാണ്. ഇനി മാധവ് ഗാഡ്കിൽ, പരിസ്ഥിതി ഗവേഷകനായ മാധവ് ഗാഡ്കിലിൻ്റെ ആത്മകഥയാണെങ്കിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ, പ്രീവിയസ് ക്വസ്റ്റ്യൻ, കേട്ടോ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥ എഴുതിയിരിക്കുന്ന മാധവ് ഗാഡ്കിലാണ്. ഇനി ഇന്ത്യയിൽ തന്നെ വളരെയധികം കോൺട്രഡിക്റ്റലായിട്ട് ഒരുപാട് വിമർശനം നേരിട്ട ഒരു ആത്മകഥയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഈ ആത്മകഥ എഴുതിയിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കരസേനയുടെ മുൻ മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവനെ. അദ്ദേഹത്തിൻ്റെ പേരാണ് മനോജ് മുകുന്ദ് നരവനെ. സോ അദ്ദേഹത്തിൻ്റെ വളരെ കോൺട്രഡിക്റ്റലായിട്ട് നാഷണൽ ന്യൂസുകളിലൊക്കെ ചർച്ച ചെയ്തിരുന്ന ഒരു ആത്മകഥയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയാം. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നേരെ ഞാൻ 14ാമത്തെ ചലഞ്ചിലോട്ട് കിടക്കുകയാണ്. 11 റൂൾസ് ഓഫ് ലൈഫ്സ് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? ഒരു വളരെ പ്രോമിനൻ്റായ, നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ പുസ്തകം തന്നെയാണ് 11 റൂൾസ് ഓഫ് ലൈഫ്സ് എന്ന് പറയുന്നത്. സോ ആരുടെ പുസ്തകമാണ് 11 റൂൾസ് ഓഫ് ലൈഫ്സ് എന്ന് പറയുന്നത്? ഈ 4 ഓപ്ഷനിൽ ശരിയായ ഉത്തരം ചേതൻ ഭഗത്താണ് എന്ന് ഓർത്ത് വെച്ചിരിക്കും. നമുക്കറിയാം റവല്യൂഷൻ 220, ഹാഫ് ഗേൾ ഫ്രണ്ട് തുടങ്ങിയ പ്രശസ്തമായ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് നമ്മുടെ ചേതൻ ഭഗത്. 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണല്ലേ. സോ നിങ്ങൾ ഓർക്കുക,
ചേതൻ ഭഗത്തിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് 11 റൂൾസ് ഓഫ് ലൈഫ്സ് എന്ന് പറയുന്നത്. 11 റൂൾസ് ഓഫ് ലൈഫ്സ്. ഇനി ഈ കഴിഞ്ഞു പോയിരിക്കുന്ന 2023-24 കാലഘട്ടങ്ങളിൽ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തരായ വ്യക്തികളുടെ ചില പുസ്തകങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതിൽ ആദ്യം ഇവിടെ നോക്കിക്കേ, MB രാജേഷ്. നിലവിൽ നമുക്കറിയാം പാർലമെന്ററി കാര്യം, എക്സൈസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ ഒക്കെ കിലയും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മിനിസ്റ്ററാണ് നമ്മുടെ MB രാജേഷ്. MB രാജേഷിൻ്റെ മണ്ഡലം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, MB രാജേഷ് അദ്ദേഹം 2023 പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന് പറയുന്നത്. റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഓക്കെ, MB രാജേഷിൻ്റെ പുസ്തകമാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി. ഇനി PM മുഹമ്മദ് റിയാസ്, നമ്മുടെ PWD പൊതുമരാമത്ത് അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററാണ് നമ്മുടെ ആര്, PM മുഹമ്മദ് റിയാസ്. ബേപ്പൂരാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. സോ അദ്ദേഹം അടുത്തിടെ പ്രകാശനം ചെയ്ത ഒരു പുസ്തകം കൂടിയാണ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്ന പുസ്തകമാണെങ്കിൽ PM മുഹമ്മദ് റിയാസിൻ്റെയാണ്. ഇനി ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയുടെ 200ാമത്തെ പുസ്തകത്തിൻ്റെ പേരാണെങ്കിൽ വാമൻ വൃക്ഷകല. വാമൻ വൃക്ഷകല നമ്മുടെ ഗോവയുടെ ഗവർണറായ PS ശ്രീധരൻ പിള്ള മലയാളിയാണ്. ശ്രീധരൻ പിള്ള മലയാളിയാണ്. അദ്ദേഹത്തിന് 200ാമത്തെ പുസ്തകം വാമൻ വൃക്ഷകലയാണ്. വൈ ഭാരത് മാറ്റേഴ്സ് S ജയശങ്കർ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ S ജയശങ്കർ. ഇനി PK പാറക്കടവിൻ്റെ അടുത്തിടെ പ്രകാശനം ചെയ്തിരിക്കുന്ന പുസ്തകമാണ് ഇടിമിന്നലുകളുടെ പ്രണയവും മീസാൻ കല്ലുകളുടെ കാവലും. ഇടിമിന്നലുകളുടെ പ്രണയവും മീസാൻ കല്ലുകളുടെ കാവലും എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ PK പാറക്കടവാണ്. ബെന്യാമിൻ്റെ പുസ്തകങ്ങളൊന്നും മറന്നു പോരുത്. പുതിയ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ പുതിയ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ബെന്യാമൻ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന പുസ്തകം എഴുതിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ബെന്യാമനാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ഇനി അശോക് ടണ്ടൻ, അതായത് നമ്മുടെ വാജ്പേയിയുടെ ഒരു ഉപദേഷ്ടകനായിരുന്നു, ഒരു അഡ്വൈസറായിരുന്നു, മാധ്യമ ഉപദേഷ്ടകനായിരുന്നു അശോക് ടണ്ടൻ. സോ അദ്ദേഹത്തിൻ്റെ അടുത്തിടെ നമ്മുടെ എന്താ പറയുന്നത് നാഷണൽ ചാനലിലൊക്കെ വളരെയധികം കോൺട്രഡിക്റ്റലായിട്ട് ചർച്ച ചെയ്ത ഒരു പുസ്തകമായിരുന്നു റിവേഴ്സിങ് കൊളോണിയലിസം ടു കോർപ്പറേഷൻ. റിവേഴ്സിങ് കൊളോണിയലിസം ടു കോർപ്പറേഷൻ എന്ന പുസ്തകം ആരുടേതെന്ന് ചോദിച്ചാൽ അശോക് ടണ്ടൻ്റെ പുസ്തകമാണ് റിവേഴ്സിങ് കൊളോണിയലിസം ടു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇത്രയും പുസ്തകങ്ങളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഇനിയുണ്ട് ഒരു 2-3 പുസ്തകങ്ങൾ കൂടി പറഞ്ഞിട്ട് പോകും. നമുക്കറിയാം 2024 പത്മശ്രീ പുരസ്കാരം ആകെ 110 വ്യക്തികൾക്കാണ് ലഭിച്ചത്. ആകെ 132 വ്യക്തികൾക്കാണ് പത്മ അവാർഡുകൾ കിട്ടിയിരിക്കുന്നത്. അതിൽ 5 വ്യക്തികൾ പത്മവിഭൂഷണും 17 വ്യക്തികൾ പത്മഭൂഷണും 110 വ്യക്തികൾ പത്മശ്രീയുമാണ്. ആ പത്മശ്രീയിൽ 6 വ്യക്തികൾ മലയാളികളായിരുന്നു. അതിലെ ഒരു മലയാളിയായിരുന്നു അശ്വതി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി. അശ്വതി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി. അവരുടെ ഒരു പുസ്തകമുണ്ട്, അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമാണ് ഹിസ്റ്ററി ലിബറേറ്റഡ് ദി ശ്രീ ചിത്രാ സാഗ. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഹിസ്റ്ററി ലിബറേറ്റഡ് ദി ശ്രീ ചിത്രാ സാഗ. ഈ പുസ്തകം ഇംഗ്ലീഷിലാണ് എഴുതിയത്. അത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തത് ഡോക്ടർ മിനി ജോൺ ആണ് കേട്ടോ. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതാണെങ്കിൽ ഡോക്ടർ മിനി ജോൺ ആണ്. ഇനി അടുത്തതായി പ്രഭാ വർമ്മയുടെ പുസ്തകമാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒറ്റി കൊടുത്താലും എന്നെ എൻ സ്നേഹമേ. ഒന്ന് ഓർത്തു വെച്ചിരിക്കുക, ഒറ്റി കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന് പറയുന്ന കവിതാ സമാഹാരം ഒരു കൃതിയാണ്. അതൊരു കവിതാ സമാഹാരമാണ്. ആരുടേതാണ്? പ്രഭാ വർമ്മയുടെ കൃതിയാണ്. ഇനി നാരകങ്ങളുടെ ഉപമ സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാർ അദ്ദേഹത്തിൻ്റെ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു നോവലാണ് നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്നത്. നാരകങ്ങളുടെ ഉപമ. ഇനി അടുത്തതായിട്ട് M മുകുന്ദൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ്, അടുത്തിടെയൊക്കെ വളരെ പ്രശസ്തമായ ഒരു കൃതി കൂടിയാണ് നൃത്തം ചെയ്യുന്ന കുടകൾ. നോവലാണ് കേട്ടോ. നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെ കൃതി? M മുകുന്ദൻ. ഇനി VG തമ്പിയുടെ ഒരു നോവലാണ് ഇതം പരാമിതം. അടുത്തിടെ ഏതൊക്കെയോ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഒരു കൃതി കൂടിയാണ് ഇതം പരാമിതം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, VG തമ്പി ഇതം പരാമിതം. കൂടാതെ MR തമ്പാൻ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ജീവചരിത്രം എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹത്തിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ കേട്ടോ.
MR തമ്പാനാണ് കേട്ടോ. ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ MR തമ്പാനാണ്. MR തമ്പാൻ. വൈ വി ഡൈ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പുസ്തകമാണ്. എഴുതിയിരിക്കുന്ന വ്യക്തി വെങ്കി രാമകൃഷ്ണൻ. വൈ വി ഡൈ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ വെങ്കി രാമകൃഷ്ണൻ. സോ ഇത്രയും പുസ്തകങ്ങൾ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്തതായിട്ട് ഒരു 2 പുസ്തകങ്ങൾ കൂടി നോക്കാം. അതവിടെ നോക്കിക്കേ. KK നീലകണ്ഠനെ കുറിച്ച്. KK നീലകണ്ഠൻ കേരളത്തിലെ ഒരു പക്ഷി നിരീക്ഷകനാണല്ലേ. സോ അദ്ദേഹത്തെക്കുറിച്ച് പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്രം എഴുതിയതാണെങ്കിൽ സുരേഷ് ഇളവനാണ് കേട്ടോ. KK നീലകണ്ഠനെ കുറിച്ച് പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്രം എഴുതിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ സുരേഷ് ഇളവനാണ്. ഇനി അടുത്തിടെ പുറത്തിറങ്ങിയ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ ഓർമ്മ പുസ്തകം രചിച്ചിരിക്കുന്ന ബ്ലസ്സിയാണ്. കാഴ്ച എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തതും തന്മാത്ര എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബ്ലസ്സിയാണ്. സോ ആ സിനിമകളിലേക്ക് ഓർമ്മകൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഓർമ്മ പുസ്തകമാണ് ഈ പറയുന്ന കാഴ്ചയുടെ തന്മാത്രകൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇത്രയും പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നേരെ ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങളുടെ മാർക്കുകളെല്ലാം ഒന്ന് കൗണ്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിളിന്റെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ടൈറ്റിൽ സ്വന്തമാക്കിയ ചിത്രം ഏത്? ഇവിടെ നോക്കി. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലും നമ്മുടെ കേരളത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഏതെങ്കിലും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ PSC ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വേണം ഓരോ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ചോദ്യം ഇങ്ങനെ: ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിളിന്റെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ടൈറ്റിൽ അടുത്തിടെ സ്വന്തമാക്കിയ ചിത്രം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെ ശരിയായ ഉത്തരമാണെങ്കിൽ നമുക്കറിയാം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ കപാടിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ നടന്നിരിക്കുന്ന 29ാമത് IFFKയുടെ അവിടെയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന കാറ്റഗറിയിലല്ലേ സ്പിരിറ്റ് ഓഫ് സിനിമ 2024 IFFKയിൽ പായൽ കപാടിയയ്ക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 29ാമത് IFFK ആണ് 2024 തിരുവനന്തപുരം ജില്ലയിൽ നടന്നിരിക്കുന്നത്. കൂടാതെ ഈ പറയുന്ന നമ്മുടെ പായൽ കപാടിയയ്ക്ക് ഗോതം അവാർഡിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം പുരസ്കാരവും കൂടാതെ കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരവും നേടിയിരുന്നു. ഓക്കെ, ഈ 2 അച്ചീവ്മെന്റ്സുകൾ കൂടി നിങ്ങൾ അറിഞ്ഞ ഗോതം അവാർഡ്സിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം പുരസ്കാരവും കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കിയ വ്യക്തിയാണ് നമ്മുടെ പായൽ കപാടിയ. സോ അവരുടെ വളരെ ഫേമസ് ആയ അടുത്തിടെ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? എല്ലാ സുഹൃത്തുക്കളും കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടി വിട്ടുപോകരുത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ സെഗ്മെൻറ്റ് കഴിയാനുള്ള സമയമായിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ പഠനത്തെ ഒരു സ്ട്രാറ്റജിയിലൂടെ കണ്ടന്റുകൾ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ വീക്കിലും നിങ്ങൾക്ക് ചലഞ്ചുകൾ അവൈലബിൾ ആണ്, മിസ് ചെയ്യാതിരിക്കുക. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.